ഇനി നിങ്ങൾക്കൊരു വീഡിയോ കാണാം. ആ വീഡിയോയ്ക്ക് ഞാൻ പാടുന്ന പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടാവണം. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല പാടേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. സൂറത്തുൽ ജിന്നുമായി കൂടുതൽ ഇടപഴകുക. ജിന്ന് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾക്ക് ജിന്നുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാവുന്നതാണ്, ജിന്ന് സൂറത്തുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഷെയ്ത്താനുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിലൂടെ പരിഹരിക്കാവുന്നതാണ്. തീർന്നില്ല. കൊലകൊമ്പന്മാരായ ഔലിയാക്കളുടെ സഹായികളായ ജിന്നുമക്കൾ പങ്കെടുക്കുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന് 11 പ്രാവശ്യം പങ്കെടുത്താൽ 1 രൂപയും ചെലവില്ല, നിങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും. 100% ഗ്യാരണ്ടി. 99 അല്ല, 100% ഗ്യാരണ്ടി. 11 സ്വലാത്തിന് പങ്കെടുക്കണം. ആ സ്വലാത്തിൽ മനുഷ്യരോടൊപ്പം സഹകരിക്കുന്നത് ജിന്നുകളാണ്. ജിന്നുകൾ ഔലിയാക്കളുടെ സഹായികൾ. അതാണ് കണിയാപുരം സ്വലാത്ത്, തിരുവനന്തപുരം ജില്ല. അതായത് ജിന്ന് മക്കൾ പങ്കെടുക്കുന്ന സ്വലാത്താണ്. ആ ജിന്ന് സാധാരണ ജിന്നല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറമ്പിൽ കാണുന്ന ജിന്നോ പാടത്ത് കാണുന്ന ജിന്നോ തോട്ടിലോ കിണറ്റിലോ കാണുന്ന ജിന്നൊന്നുമല്ല. സഹാബാക്കളുടെ സഹായികളായ ജിന്നുകൾ, ആ ജിന്നു മക്കൾ പങ്കെടുക്കുന്ന സ്വലാത്താണ്. അതിൽ 11 പ്രാവശ്യം പങ്കെടുക്കണം. ഒരു പൈസയുടെയും ചിലവില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് ഇരുന്നാൽ മതി. കയറുന്നതിന് ഫീസൊന്നുമില്ല, അതിനുവേണ്ടി പ്രത്യേകം കാശൊന്നുമില്ല. നിങ്ങൾ ഈ 1 തവണ 2 തവണ 3 തവണ 4 തവണയൊക്കെ കേട്ട് വരുമ്പോൾ പിന്നെന്ത് വരും നിങ്ങൾക്ക്? കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ജിന്നിനോടൊപ്പം അങ്ങ് പൊയ്ക്കളയാം എന്നുള്ള രീതിയിൽ ആ ജിന്നിൻ്റെ സുഖം നിങ്ങളുടെ ശരീരത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കയ്യിലുള്ളതും നിങ്ങളുടെ ബാഗിൽ കിടക്കുന്നതും ബാങ്കിൽ കിടക്കുന്നതും എല്ലാം എടുത്ത് എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന് ജിന്ന് വരുന്നതിൻ്റെ ചിലവിന് വേണ്ടി കൊടുക്കും. ജിന്ന് വരുന്നതിൻ്റെ ചിലവ് കാശൊപ്പിക്കാൻ വേണ്ടി ഉള്ള പുതിയൊരു ഐറ്റമാണ് ഈ ഐറ്റം. ജിന്ന് മക്കളാണ്. അപ്പോൾ എണ്ണിയാൽ മതി, ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. സത്യത്തിൽ എന്തൊരു ഗുണകരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ ഈ സർക്കാരിൻ്റെ പൊതുപരിപാടിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ശാസ്താംകോട്ട പള്ളിക്കൂടത്തിൽ തന്നെ ഒരു HM സസ്പെൻഡ് ചെയ്തത് ഈ പറഞ്ഞ പള്ളിയിൽ ഓതുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഇതുപോലെ തല കാണിച്ച് വല്ലപ്പോഴും കൊണ്ടുവരുന്ന ഏർപ്പാടിനെ HM ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് അതിന് പകരം എല്ലായിടവും ജിന്നു മക്കളാണെങ്കിൽ എന്ത് സുഖമാണ്. ഇപ്പോൾ ക്ലാസ്സിൽ ബെഞ്ചെല്ലാം അവിടെ കിടന്നാൽ മതി. പരിശോധിക്കാൻ വരുന്ന AEO എടുത്തോ DEO എടുത്തോ പറഞ്ഞാൽ മതി, ഇവിടെ ആ കുട്ടികളില്ലല്ലോ എന്ന് പറയുമ്പോൾ ജിന്നു മക്കളുണ്ടെന്ന് പറഞ്ഞാൽ മതി. എല്ലായിടവും ജിന്നു മക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വപ്നമാണ് ഈ ബഹുമാനപ്പെട്ടവർ കാണുന്നത്. ഇയാളൊക്കെ നല്ല ഒന്നാന്തരം കച്ചവടക്കാരനും ഇതിലൂടെ കാശടിക്കാനും ഇതിലൂടെ ആളുകളെ പറ്റിക്കാനും ഉപയോഗിക്കുന്ന ഒരു മാർഗവും തന്ത്രവും മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ജിന്നും ശൈത്താനും ഒന്നും അത് അതിൻ്റെ വഴിക്ക് അതിൻ്റെ ജോലി ചെയ്തോളും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അള്ളാഹു ഖുർആനിലെങ്ങും മനുഷ്യരാശിയോടും മനുഷ്യരോടും നിങ്ങൾ പോയി ജിന്നു മക്കളുടെ സലാത്തിൽ പങ്കെടുക്കാനും നിങ്ങൾ ജിന്നുകളുമായി നിന്ന് കളിക്കാനും ജിന്നും കൊണ്ടിറങ്ങുന്ന ഇതുപോലത്തെ കച്ചവടക്കാർക്ക് കാശ് കൊടുക്കാനും ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ഉസ്താദെ, ദേശീയപാതയുടെ പണി തീർന്നിട്ടില്ല. അവിടെയൊക്കെ ഒരുപാട് പണിക്കാരുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ അതല്ല, ഭായിമാരൊക്കെ പശ്ചിമ ബംഗാളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇതൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് തോന്നുന്നത് ഇതൊരു വലിയ മഹാപണ്ഡിതനായിട്ടൊക്കെ തോന്നുന്നത്. ഇതെല്ലാം അങ്ങ് അഴിച്ചു വെച്ച് നമ്മളിടുന്ന പോലെ പാൻറ്റും ഉടുപ്പുവോ അല്ലെങ്കിൽ ടീഷർട്ടും ബനിയനും ഒക്കെ ഇട്ടുകൊണ്ട് എന്തെങ്കിലും പോയി മേലണങ്ങി ജീവിക്കാൻ നോക്ക്. ഈ സമൂഹത്തെ ഇങ്ങനെ ചൂഷണം ചെയ്ത് നിങ്ങളിങ്ങനെ നശിപ്പിക്കാതെ. കുറേ പാവപ്പെട്ടവന്മാർ ഇത് കേട്ട് വരും. ആ വരുന്നവന്മാരെ പിഴിഞ്ഞ് അവന്മാരുടെ കയ്യിരിക്കുന്ന കാശ് കൊണ്ട് ഉപജീവനമാർഗം നടത്താൻ ഇനി നാട്ടിലുള്ളവരെ എല്ലാം ഉപയോഗിച്ചതിന് ശേഷം അടുത്ത ജിന്നിനെയും കൊണ്ടിറങ്ങിയിരിക്കുക. എവിടെയെങ്കിലും പോയിരുന്ന് 10 സലാത്തും ദിക്റും ചെല്ലും ഉസ്താദെ. നിങ്ങളൊക്കെ ഈ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഖബറിനെക്കുറിച്ചും മഹ്ശറയെക്കുറിച്ചും ഒന്നും നിങ്ങൾക്കൊരു പേടിയില്ലയോ? ഖബറിൽ കിടക്കണ്ടായോ? അള്ള എടുത്തിട്ട് അടിച്ച് പുറം പൊട്ടിക്കത്തില്ലയോ? പണ്ട് ആരോ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ പോലെ പരലോകത്തെക്കുറിച്ച് ഫലിതം പറഞ്ഞുകൂടാ, എങ്കിൽ പോലും ഫലിതത്തിൽ ഓർത്തു പോയത്
ഈ അവിടെ അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഉസ്താദന്മാരുടെ പുറകിൽ ഇതുപോലുള്ളവരുടെ പുറകിൽ നിന്നാൽ നമുക്ക് ചിലപ്പോൾ അടി കുറച്ചേ കിട്ടത്തുള്ളൂ. കാരണം ഇവരെയൊക്കെ അടിച്ചടിച്ച് മലക്കുകൾ അങ്ങ് കുഴയും. പിന്നെ നമ്മളെ പിടിച്ച് ചിലപ്പോൾ 2 അടി എന്ന് ചിലപ്പോൾ അങ്ങ് വിടും. കാരണം നമ്മളിതിനെ അള്ളാഹയെ വിൽക്കുന്നില്ലല്ലോ, നമ്മളിതുപോലെ ജിന്നിനെ വിൽക്കുന്നില്ലല്ലോ, ഖുർആനെ വിൽക്കുന്നില്ലല്ലോ, റസൂലിനെ വിൽക്കുന്നില്ലല്ലോ, മരിച്ചു പോയവരെ വിൽക്കുന്നില്ലല്ലോ. ആ തെറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇത് എന്തോ ഒരു ക്രൂരതയും എന്തൊരു വഞ്ചനയുമാണ് ഇവരൊക്കെ കാണിക്കുന്നത്.